ഹായ് കൂട്ടുകാരെ, എല്ലായിടത്തും മഴയാണല്ലേ. ഇവിടെയും മഴയാണ്. ഇടയ്ക്ക് മഴയൊന്ന് തോർന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ പ്രഭാത കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മഴയായിരുന്നു, മഴ തോർന്നപ്പോൾ ഞാനിന്ന് പുറത്തിറങ്ങിയതാണേ. എല്ലാ ഇലത്തുമ്പിലും വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞ റോസ തളുത്ത് 2 മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പൂ വിരിയുമ്പോൾ അടുത്ത വീഡിയോ കാണിച്ചു തരാവേ. അങ്ങനെ ഞാൻ ഇങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറയത്തിരുന്നപ്പോൾ അതാ 2 പേര് അവിടെ തമ്മിൽ തല്ലുണ്ട്. അവർ തമ്മിൽ തല്ലും കഴിഞ്ഞ് പറന്നുപോയി. അപ്പം നോക്കിയപ്പോൾ മയിലുണ്ട്, വെള്ളത്തിൽ നീർക്കാക്കകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പം എൻ്റെ തലയ്ക്ക് മേളിലിരുന്ന നല്ല ചിലപ്പ് ആരാന്ന് നോക്കിയപ്പം അവിടെ ഇരട്ടത്തലയനാണ് കേട്ടോ. ഈ കണിക്കൊന്ന ഇപ്പോഴും പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. മയിൽ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ. അവർ 2 ആളും ഒരെണ്ണം കൂടി ഉണ്ട്, ആ മണ്ണിനപ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവരുടെ കൂടെ എന്തോ ഒരു ചെറിയ കിളിയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആ നീർക്കാക്കകൾ 2ഉം കൂടി ചിറകൊക്കെ വെത്തിപ്പിടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ 2 നീർക്കാക്ക കാണും, ചിലപ്പോൾ 3 എണ്ണം കാണും. കിളികളാൽ സമ്പുഷ്ടമാണ് ഇവിടം. അങ്ങനെ നമ്മുടെ പനിക്കൂർക്കയൊക്കെ മഴ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. റംബൂട്ടാൻ തൈയിലൊക്കെ വെള്ളത്തുള്ളിയാണ്. അങ്ങനെ ഇരുന്നപ്പം അടുത്ത ചാറ്റമഴ കൂടി വന്നേ. എന്നപ്പം ഞാൻ കയറി. നമ്മുടെ ടാർപ്പായെന്ന് വെള്ളം തുള്ളിയായിട്ട് ചാടുന്ന കേട്ടോ, മഴ പെയ്തപ്പോഴേ. അടുത്ത മഴ വീണ്ടും പെയ്തു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കിയാൽ കാണുന്നത്. ഇന്നിപ്പം മഴയായതുകൊണ്ട് അധികം കിളികളൊന്നുമില്ല. എല്ലായിടത്തും മഴത്തുള്ളികൾ മാത്രമേ ഉള്ളൂ. മഴയില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നിറയെ പൂത്താങ്കിരികളൊക്കെ വരുവേ. മുറ്റം നിറയെ പൂത്താങ്കിരികളായിരിക്കും. പിന്നെ അവരുടെ ചിലപ്പോ ഒച്ചപ്പാട് നമ്മൾ ഭയങ്കര ബഹളമായിരിക്കും. എൻ്റെ കൂടെ തക്കുടും ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്തെ. ഞാൻ അകത്ത് കയറി പോന്നപ്പോൾ അവനും കയറി പോന്നു. വലിയ രാജാവെന്നവൻ്റെ വിചാരം. ഉറങ്ങാൻ കയറി വന്ന് കിടക്കണതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴ മാറി വെയിൽ തെളിഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും ചെടികളൊക്കെ ഒന്ന് നോക്കാനിറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ മരത്തിൻ്റെ കൊമ്പിലൊരു പക്ഷി വന്നിരിപ്പുണ്ട്. ചങ്ങാതി വന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ പപ്പായയുടെ ഇല തിന്നാൻ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഞാനവിടെ നിന്നുകൊണ്ടാന്ന് തോന്നുന്നു, ഞാൻ ഇല തിന്നാൻ വന്നില്ല. അതിലെ ചാടി ചാടി നടന്ന് അങ്ങ് പോയി. നമ്മുടെ ഇരട്ടത്തലേൻ്റെ കൂടാണ് കേട്ടോ ഈ ശീമക്കൊന്നയിലുണ്ടേ. കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ പ്രഭാത കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.